വേദിയിൽ ഉപവിഷ്ടരായ ബഹുന്ദരായ സയ്യിദ് പുറകളെ, മറ്റു പണ്ഡിത മഹത്തുക്കളെ, സംഘാടകരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മ പങ്ങന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിൻ്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇവിടെ നടന്നു വരുന്ന ഉറൂസ് മുബാറക്കിൻ്റെ അവസാനത്തെ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുവേണ്ടി പരിശ്രമിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, നല്ല വാക്കു പറഞ്ഞവർ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഈ സംഘാടകരുടെ കൂടെ നിന്ന് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും കിടക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, ഇവിടുത്തെ ഇന്ന് സ്വലാത്ത് കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് ദുആയും കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ചു നേരം ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാവ, സാധാരണ വെള്ളിയാഴ്ച വഅലിന് പോകുന്നതല്ല. ഈ ഡേറ്റ് എങ്ങനെ വന്നു എന്ന് ഇപ്പോഴും എനിക്ക് തിരിഞ്ഞിട്ടില്ല. സാധാരണ വീട്ടിൽ പോകുന്നതാണ്. അപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല. എങ്കിലും അൽഹംദുലില്ലാഹ് ഈ കിടക്കുന്ന മഹാന്മാരുടെ വിളി ഉണ്ടായെന്ന് തോന്നുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് രണ്ടാമത്തെ പ്രാവശ്യമായി ഇവിടെ വരുന്നത് അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം. അള്ളാഹു ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഇന്നത്തെ മജ്ലിസിലെ ദുആയിക്ക് അള്ളാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ബഹുഒരുപാടായ സയ്യിദവറുകളാണെങ്കിലും അതുപോലെ തന്നെ ഖാജാ ദാരിമിസാഖെ സുഖമില്ലാതൊക്കെ ഇരിക്കുന്ന അള്ളാഹു അവർക്കൊക്കെ പരിപൂർണ്ണ ശിഫയും ആഫിയത്തും ദീർഘായുസും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വെള്ളിയാഴ്ച രാവ ഇന്ന് സ്വലാത്ത് പറഞ്ഞാൽ അതിന് പ്രത്യേക ഒരു പ്രതിഫലവും ഒരു പ്രത്യേക പരിഗണനയുമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരു 3 സ്വലാത്ത് ഇൻഷാ അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഇത് അല്ലാഹുവിന്റെ മാസമാ, റജബുൻ ശഹറുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ മാസമാണ്. ഈ റജബ് മാസത്തില് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ പടച്ചവനെ മഹാന്മാരുടെ ഉറൂസിന്റെ അവസാന ദിവസം അല്ലാഹുവേ, അല്ലാഹു ചെയ്ത വാഗ്ദാനം കേൾക്കാൻ ഭാഗ്യം കിട്ടിയവരല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹു പറഞ്ഞാൽ പാലിക്കുന്നവനാണ്. തരുമെന്ന് പറഞ്ഞാൽ 101% ഉറപ്പാടോ. അല്ലാഹു തരുമെന്ന് പറഞ്ഞാ തരുന്നവനാണ്. അതുകൊണ്ട് പെങ്ങളെ, ഈ പറയുന്ന കാര്യം നിനക്കും അനുസരിക്കാൻ കഴിയുമോ? അല്ലാഹു പറയുന്ന ഈ വാഗ്ദാനങ്ങള് നിന്റെ ജീവിതത്തിലൊന്ന് മുറുകെ പിടിക്കാൻ കഴിയുമോ? അങ്ങനെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാ നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹത്തോടെ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നടക്കുന്ന സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവിനോട് പറയുന്ന പടച്ചവനെ, സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ, ഈമാനോടുകൂടി മരിക്കാ ഭാഗ്യം തരണേ അല്ലാ. എല്ലാവരും പറയുന്നത് ഉസ്താദേ സ്വർഗത്തിൽ പോകണമെന്നല്ലേ. ആ സ്വർഗത്തിൽ നിനക്ക് പോകാൻ കഴിയണോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, 2026 നിന്നിലേക്ക് കടന്നു വന്നില്ലേ? എന്തേ ചിന്തിക്കാത്തത്? ഒരു കൊല്ലം കൂടെ മരണത്തിലേക്ക് നീ അടുത്തിരിക്കുകയാണ്. നിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് മരണത്തിലേക്ക് ഒരു കൊല്ലം കൂടെ അടുത്തിരിക്കുകയാണ്. പടച്ചവനെ, ഒരു വയസ്സുകൂടെ കൂടിയിരിക്കുകയാ. നിങ്ങളിരിക്കടോ, നിങ്ങളൊക്കെ ഞാൻ പേടിച്ചു പോയല്ലോ പടച്ചവനെ. നിങ്ങളൊക്കെ ചാടി എഴുന്നേറ്റുണ്ടപ്പോ ഞാൻ നിങ്ങൾ ഇരിക്കറോ? അല്ലാഹു ആലം. പടച്ചു എന്ത് പറ്റിയപ്പോ? പോയവര് നോക്കിയിട്ട് വരട്ടെ. ഇനി നിങ്ങളും കൂടെ ഇറങ്ങി ഓടല്ലേ.
അത് പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പേരും കൂടെ ഇറങ്ങി ഓടുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അന്നാ എല്ലാവരും പോയി നോക്കിയിട്ട് വരി. പറയാം എനിക്കുള്ള വെള്ളം താപ്പ. എല്ലാവരും പോയി നോക്കിയിട്ട് എല്ലാവരും എഴുന്നേറ്റ് ഓടുക. പടച്ചവനെ കാള പറ്റൂന്ന് അറിഞ്ഞപ്പോഴേ എല്ലാം ഓടി. ഇനി അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ കാള പ്രസവിക്കൂല എന്നുള്ളത്. എന്തോ പടച്ചവൻ എന്താണെന്നറിയില്ല, എല്ലാവരും ഓടും. പെണ്ണുങ്ങൾ ഓടുവാണോ? ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏതോ ചെറിയ മക്കള് സ്നേഹം കൂടിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കെട്ടിപ്പിടിച്ചതാ. നിങ്ങൾ പോയിട്ട് എരന്ന് വാങ്ങണ്ട. ഏതോ ചെറിയ മക്കള് സ്നേഹം കൂടിയപ്പോൾ അവര് പരസ്പരം ഒന്ന് കെട്ടിപ്പിടിച്ചു. അത് വാങ്ങാൻ കുറച്ചു പേര് ഓടിപ്പോയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ ഉസ്താദ് പോകണ്ടേട്ടാ. നമ്മളൊന്നും അങ്ങോട്ട് പോകണ്ടപ്പോ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളിനും കഞ്ചാവിനെതിരെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് ഒരിക്കൽ വെള്ളിയാഴ്ച കള്ളും കഞ്ചാവിനെതിരെയൊക്കെ പ്രസംഗിച്ചു. ഉസ്താദ് അവസാനം സുബഹിക്ക് ബൈക്ക് വന്നപ്പോൾ എറിഞ്ഞ് തറയിലിട്ടു. അതവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് ചെയ്യുന്ന വാഗ്ദാനം എന്തെന്നറിയോ? അള്ളാഹുവേ, പടച്ച റബ്ബ് ഒരുക്കി വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരാ, മക്കളെ, അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് എന്തേ നീ ചിന്തിക്കാത്തത്? അതൊന്നും സ്വപ്നമല്ലടാ, കള്ളം പറയുന്നതല്ലടാ മോനെ, സ്വപ്നലോകമല്ല ചെറുപ്പക്കാരാ. ഇത് കേൾക്കാമെന്നിരിക്കുന്ന ഓരോ മുസ്ലിമും നെഞ്ചത്ത് കൈവച്ച് മനസാക്ഷിയോട് ചോദിക്കേണ്ട കാര്യമാ. അല്ലാഹു പറയുകയാണ്, നീ എന്നോട് നന്ദി കാണിച്ചാൽ നിനക്ക് വേണ്ടതല്ല ഞാൻ വാരിക്കോരി തരുമെന്ന് പടച്ച റബ്ബ് നമ്മളോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ളവരാരാവുള്ളത്? അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിക്കാൻ ഒരു നാണവുമില്ലടോ. അല്ലാഹു തരുന്നത് മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് ആ പടച്ച റബ്ബിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടിക്കൊണ്ട് നടക്കുന്നവരാണ് നമ്മളിൽ പലരും. സഹോദരാ, നമുക്ക് നന്ദിയില്ലടോ. അതാ വീട്ടിൽ പടച്ചവനെ തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖിന്റെ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന ആ നായുണ്ടല്ലോ, ഒരു നേരത്തെ ആഹാരം കൊടുത്താ പടച്ചവനെ ഒരിക്കലും അത് നിന്നെ മറന്നു കളയൂല. ആ ഭക്ഷണം കൊടുത്തവനെ മറക്കൂല. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ലടോ. കൊടുത്ത കൈക്ക് തന്നെ കടിക്കുന്നവനാണ്, കൊടുത്തവന് തന്നെ പടച്ചവനെ ദ്രോഹിക്കുന്നവനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നത് വളരെ കുറച്ചു പേര് മാത്രമാ, ന്യൂനപക്ഷം മാത്രമാണ്. പടച്ചവനെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായ ഉമർ തങ്ങളുണ്ടല്ലോ, ഒരിക്കൽ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ്. അതാ കച്ചവടം നടക്കുന്ന, വാശിയേറിയ കച്ചവടം നടക്കുന്ന, മത്സര കച്ചവടം നടക്കുന്ന കമ്പോളത്തിലൂടെ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യന് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ ദുആ ചെയ്യുകയാ. എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? അല്ലാഹുമ്മ ജഅൽനീ മിനൽ അഖലീൻ. പടച്ചവരെ, ഉമർ തങ്ങളെ നോക്കുമ്പോ ഒരു മനുഷ്യനതാ കച്ചവടം നടക്കുന്ന കമ്പോളത്തിൽ നിന്നുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, എന്നെ കുറഞ്ഞ വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ, എന്നെ ന്യൂനപക്ഷത്തിൽ പെടുത്തണേ അല്ലാ, വാശിയേറിയ കച്ചവടം നടക്കുന്ന കമ്പോളത്തിൽ ഇരുന്നു കൊണ്ട് കച്ചവടം നടത്താതെ ഒരു മനുഷ്യന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എന്നെ ന്യൂനപക്ഷത്തിൽ പെടുത്തണേ തമ്പുരാന്. ദുആ ചെയ്യുന്നത് കേട്ടപ്പോ ഉമർ തങ്ങൾ അത്ഭുതമായി, ഏ മനുഷ്യ, എന്തേ നീ ദുആ
ചെയ്യുന്നത്. ന്യൂനപക്ഷത്തിൽ പെടുത്താ പറയുന്നല്ലോ, കുറഞ്ഞ വിഭാഗത്തിൽ പെടുത്താ പറയുന്നല്ലോ. ആരാണ് കുറഞ്ഞ വിഭാഗമെന്ന് പറഞ്ഞാൽ ആരാ? അവരുടെ കൂടെ പെടുത്തണമെന്ന് ദുആ ചെയ്യുന്നല്ലോ. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുന്നു, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലെ ഒരായത്ത് ഓതി കൊടുക്കുകയാ. പടച്ചവനെ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലെ ഒരായത്ത് അവിടെ നിന്ന് ഓതി കൊടുക്കുകയാ. ഏതാണ് ആയത്ത്? വഖലീലൻ മിൻ ഇബാദിഹി ശകൂർ. അല്ലാഹു പറയുകയാണ്, തന്റെ അടിമകളിൽ നന്ദി കാണിക്കുന്നവര് വളരെ കുറഞ്ഞ വിഭാഗം മാത്രമേ ഉള്ളൂ. അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നത് അത് കുറഞ്ഞ വിഭാഗം മാത്രമേ നന്ദി രേഖപ്പെടുത്താറുള്ളൂ. അല്ലാഹുവേ, എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ എന്നാണ് ദുആ ചെയ്യുന്നതെന്ന് ആ മനുഷ്യൻ ഉമർ തങ്ങളോട് പറയുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. എന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങളുയർത്തിയിട്ട് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ തങ്ങൾ ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ ജഅൽനീ മിനൽ അഖല്ലീൻ. അല്ലാഹുവേ, എന്നെ ന്യൂനപക്ഷത്തിൽ പെടുത്തണേ അല്ലാ എന്ന് ദുആ ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ളവര് കുറഞ്ഞ വിഭാഗമേ ഉള്ളൂ. നന്ദിയുള്ളവര് കുറഞ്ഞ വിഭാഗമേ ഉള്ളൂ. പടച്ചവനെ, നന്ദി കാണിക്കുന്നവര് കുറവാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയിൽ തന്റെ കാല് നീര് കെട്ടുന്ന രീതിയിൽ നബി തങ്ങൾ അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി തങ്ങൾ ഇബാദത്ത് ചെയ്യുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ കാല് നീര് കെട്ടുന്ന രീതിയിൽ പാതിരാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, ആയിഷ, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ, അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവര് നന്ദിയുള്ള അടിമയാകണം സഹോദരാ. നന്ദിയുള്ള അടിമകളെ അല്ലാഹു ഖുർആനിലൂടെ പരിചയപ്പെടുത്തുകയാ. നന്ദിയുള്ള അടിമയെ അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് നന്ദിയുള്ള ചില അടിമകളെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ആ അടിമ ആരാണെന്നറിയോ? പടച്ചവരെ, ഒരടിമയെ നമുക്ക് പരിചയപ്പെടാ. ഖാല നൂഹ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഖുർആൻ പറയുകയാ, ദുർരിയത മൻ ഹമൽനാ മഅനൂ ഇന്നഹു കാന അബ്ദൻ ശകൂറാ. 980 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് ചെയ്ത മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബിയുടെ ചരിത്രം പറയുമ്പോ അല്ലാഹു പറയുകയാണ്, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് എന്ന് പറയുന്ന പ്രവാചകൻ നന്ദിയുള്ള അടിമയാ. നൂഹ് എന്ന് പറയുന്ന പ്രവാചകന് നന്ദിയുള്ള അടിമയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ നൂഹ് നബിയുടെ പ്രത്യേകത എന്തെന്നറിയോ? നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവേ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ, വെള്ളം കുടിച്ചു കഴിഞ്ഞാ എന്തു ചെയ്താലും നൂഹ് നബി പറയുമായിരുന്നു, അവിടെ അൽഹംദുലില്ലാ പറയുമായിരുന്നു. പടച്ചവരെ, നൂഹ് നബിയുടെ പ്രത്യേകത എന്താ? ഇന്നഹു കാന അബ്ദൻ ശകൂറാ.
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു നന്ദിയുള്ള ഒരു അടിമയെന്ന് പരിചയപ്പെടുത്തിയ പ്രവാചകന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. കൊച്ചാപ്പാടെ അല്ലെങ്കിൽ കൂട്ടുകാരൻ നൂഹിന്റെ പേരല്ല ഞാൻ പറഞ്ഞേ. 950 കൊല്ലം ദഅവത്ത് ചെയ്ത ഷെയ്ഖുൽ അംബിയ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ നൂഹ് നബിയെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് ദുർരിയത്തമൻ ഹമൽനാ മഅ നൂഹ് ഇന്നഹു കാന അബ്ദൻ ശകൂറ. നന്ദിയുള്ളവനാ നൂഹ്. നൂഹ് എന്ന് പറയുന്ന പ്രവാചകൻ നന്ദിയുള്ള അടിമയാ. ആ നൂഹ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഒരു ഉപദേശം എന്താ? നൂഹ് നബിയുടെ പ്രത്യേകത എപ്പോഴും എന്ത് ചെയ്താലും പറയും അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തു പറയും? ഉറക്കെ പറ. എന്തു പറയും? സുഖമാണോ? പോയി. തുടക്കം തന്നെ പോയി. തുടക്കം തന്നെ പോയി. പറ. സുഖമാണോ? സുഖമാണോ? അന്തെ അൽഹംദുലില്ലാ പറയാനൊരു മടിയന്തേ? സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്നല്ലേ പറയേണ്ടത്? അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറ. സുഖമാണോ? അതെല്ലാവർക്കും പറയാൻ പറ്റൂല. ഈ അൽഹംദുലില്ലാ എന്ന നാവിന്റെ മുമ്പിൽ എല്ലാവർക്കും വരാൻ പറ്റൂല. അത് എല്ലാവർക്കും പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിന് അള്ളാഹ് ഇഷ്ടപ്പെടണം. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ നാവിലാണ് അൽഹംദുലില്ലാ വരുന്നത്. അത് എന്തു വന്നാലും അവര് പറയുമടോ, സങ്കടമാകട്ടെ, ദുഃഖമാകട്ടെ, ദുരിതമാകട്ടെ, വേദനയാകട്ടെ, എന്ത് പ്രയാസമാകട്ടെ, എന്തു വന്നാലും അവര് പറയും അൽഹംദുലില്ലാ. അവര് പടച്ചവനെ അള്ളാഹുവിനെ സ്തുതിക്കുന്നവരാണ്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോലും നമ്മൾ പറയാറില്ല. നമ്മുടെ നാവിലത് വരാറില്ല. കാരണം നമ്മൾ അത് പറഞ്ഞു പഠിച്ചിട്ടില്ല. പറയണം സഹോദരാ, എന്തും തരുന്നവൻ അല്ലാഹുവാണല്ലോ. ആ പടച്ച റബ്ബ് എന്ത് തന്നാലും നല്ലതിനാണല്ലോ. അൽഹംദുലില്ലാ. യജമാനൻ തന്നതിനങ്ങനെ പറയണം സഹോദരാ. പക്ഷേ നമ്മളിൽ പലർക്കും അങ്ങനെ ഒരു സ്വഭാവ ഗുണമില്ലടോ. എന്ത് സന്തോഷമാകട്ടെ, ദുഃഖമാകട്ടെ, ദുരിതമാകട്ടെ, കണ്ണീരാകട്ടെ, എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, എന്ത് ചോദിച്ചാലും പറയണേ പെങ്ങള്. സഹോദരിമാരോട് ചോദിക്കുന്ന സുഖമാണോ? അതാ സഹോദരങ്ങളോട് ചോദിക്കുന്ന സുഖമാണോ? ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഈ വാഴകൾ കാമന്നിരിക്കുന്ന ഭർത്താക്കന്മാരോട് ജീവിതം എങ്ങനെയുണ്ട്, കുടുംബ ജീവിതം എങ്ങനെയുണ്ട് എന്ന് ഉസ്താദന്മാര് ചോദിച്ചാൽ, ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മറുപടി ഞാൻ പറഞ്ഞു തരാം. അധികം ആൾക്കാരും പറയുന്ന ഒരു മറുപടിയുണ്ട്, സഹോദരാ കുടുംബജീവിതം എങ്ങനെയുണ്ട്? ഉസ്താദേ അതൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോവുകയാണ്. ഇങ്ങനെ പോകുന്ന ഉസ്താദ് അവന്റെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട്, അവന്റെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് എന്തോ ഭാരം ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നവനെ പോലെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവിനെ കുറിച്ച് നിന്നോട് ചോദിച്ചാ നീ പറയും ഇങ്ങനെയൊക്കെ പോവുകയാ. ഈ പറയുന്നത് കേട്ടാ എന്തോ വലിയ ഭാരമുള്ളത് ചുമന്നുകൊണ്ട് പോകുന്നത് പോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ പറഞ്ഞു പഠിക്കൂ. സങ്കടമാണോ, പരീക്ഷണമാണോ, രോഗമാണോ, ദുരിതമാണോ, എന്തു വന്നാലും പറയണം അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറഞ്ഞാ വല്ലാത്ത പ്രതിഫലമാ. നമ്മളൊക്കെ ചില രോഗങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ നമ്മൾ വല്ലാതെ കരയുന്നവരാണ്, കുറ്റപ്പെടുത്തുന്നവരാണ്, നിരാശപ്പെടുന്നവരാണ്. എന്നാൽ അൽഹംദുലില്ലാ പറയാ പഠിക്കണം സഹോദരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എത്രയോ സ്വഹാബത്തിന്റെ ചരിത്രം പഠിച്ചവരാ, എത്രയോ മഹാന്മാരുടെ ചരിത്രം പഠിച്ചവരാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹുവിനെ സ്തുതിക്കുന്ന ഒരു നാവ് കിട്ടുക എന്ന് പറയുന്നത് അത് വല്ലാത്ത ഒരു ഭാഗ്യമാണ്, വല്ലാത്ത ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകത എന്താ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ അൽഹംദുലില്ലാ, വെള്ളം കുടിച്ചു കഴിഞ്ഞാ അൽഹംദുലില്ലാ, എന്ത് ചെയ്തു കഴിഞ്ഞാലും അൽഹംദുലില്ലാ. അവിടുന്ന് പടച്ചവനെ സ്തുതിക്കുകയാണ്, അവിടുന്ന് പടച്ചവനെ സ്തുതിക്കുകയാ. മഹാനായ ഉർവ
റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിക്കണം പെങ്ങള്. ഉറുവതങ്ങൾ ആരാണെന്നറിയോ? ഉറുവതങ്ങൾ ആരാണെന്നറിയോ? കാലിന്റെ ഒരു വിരലിന് വേദന എടുക്കുകയാ. ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ ഒരു വിരലിന് വല്ലാത്ത വേദന. വൈദ്യന്മാരെ കാണിച്ചപ്പോ പറഞ്ഞു, തങ്ങള് കാല് പഴുക്കുന്നു, തങ്ങള് വിരല് പഴുക്കുന്നു, തങ്ങള് ഈ വിരല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്, വലിയ പ്രയാസമാകും തങ്ങള്. ഉറുവതങ്ങൾ കാര്യമാക്കിയില്ല, മിണ്ടാതെ നടക്കുകയാണ്. പടച്ചവനെ, കാലിന് വേദന കൂടിയപ്പോ രണ്ടാമതും വൈദ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, തങ്ങള് പഴുപ്പ് വ്യാപിച്ചിരിക്കുകയാ, വിരല് മുറിച്ചാ പോരാ, കാൽപ്പത്തി മുറിച്ച് മാറ്റണം തങ്ങള്. ഉറുവതങ്ങൾ മിണ്ടാതെ നടന്നു. അവസാനം വേദന കൂടി, അതാ പഴുപ്പ് മുകളിലേക്ക് കയറി തുടങ്ങിയപ്പോ വൈദ്യന്മാര് പറഞ്ഞു, മുട്ടിന്റെ താഴ്ഭാഗം വെച്ച് മുറിക്കണം തങ്ങള്. അങ്ങനെ ഒരു വഴിയില്ലാതെ വന്നപ്പോ ഉറുവ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കാല് മുറിക്കുന്നതിന് വേണ്ടി സമ്മതിച്ചു. ചെറുപ്പക്കാരാ, വൈദ്യന്മാര് കാല് മുറിക്കുന്നതിന് വേണ്ടി അതാ ഉപകരണവും എടുത്തുകൊണ്ട് മഹാനായ ഉറുവതങ്ങളുടെ ചാരത്ത് വരികയാണ്. എന്നിട്ട് ലഹരിയാട് ഒരു പാത്രത്തിൽ ഗ്ലാസ്സിൽ ലഹരി കൊണ്ടുവന്നിട്ട് പറഞ്ഞു കുടിക്കാറ്. ഉറുവതങ്ങൾ ചോദിച്ചു, എന്തിനാ ഇത് കുടിക്കുന്നത്? തങ്ങളെ, കാല് മുറിക്കുന്ന സമയത്ത് വല്ലാത്ത വേദനയാ, കാല് മുറിക്കുന്ന സമയത്ത് വല്ലാത്ത വേദനയാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ വേദന അറിയാതിരിക്കാൻ പടച്ചവനെ ഒരു ശമനം കിട്ടും, അതുകൊണ്ട് കുടിക്കാൻ പറഞ്ഞപ്പോ ഉറുവതങ്ങൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും കുടിക്കൂല, ഒരിക്കലും ലഹരി ഞാൻ ഉപയോഗിക്കില്ല. പടച്ചവനെ, അവസാനം വൈദ്യന്മാർക്ക് സങ്കടമായി. എങ്ങനെയാ കാല് മുറിക്കുന്നത്? എങ്ങനെയാ കാല് മുറിക്കുന്നത്? അവസാനം ഉറുവതങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കാല് മുറിച്ചാ പോരെ? നിങ്ങൾക്ക് കാല് മുറിച്ചാ പോരെ? അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം. മഹാനായ ഉറുവ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ഞാൻ 2 റക്അത്ത് നമസ്കരിക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. മഹാനായ ഉറുവ റളിയല്ലാഹു തആല അൻഹു വുളുവെടുത്തു, അതാ നിസ്കരിക്കാൻ കൈകെട്ടി. അവിടെന്ന് ഫാത്തിഹ ഓതുകയാണ്, അവിടെന്ന് സൂറത്ത് ഓതുകയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അബിൻ ഖുസ്മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതാ വൈദ്യന്മാര് ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് മുറിക്കാൻ പോവുകയാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉറുവതങ്ങളുടെ ഒരു കാലവിടന്ന് വെട്ടിമുറിച്ചടാ ചെറുപ്പക്കാരാ. സിനിമാ കഥയല്ല പറയുന്നത്, കെട്ടുകഥയല്ല പറയുന്നത്. മഹാനായ ഉറുവതങ്ങളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലവിടന്ന് വെട്ടിമുറിക്കുകയാ. മഹാനവറുകൾ അറിഞ്ഞില്ല, ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുകയാണ്. പൈപ്പ് പൊട്ടികെട്ട് ഒഴുകുന്നത് പോലെ മുറിച്ച കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. എന്ത് ചെയ്തിട്ടും രക്തം നിലയ്ക്കാതെ വന്നപ്പോ വൈദ്യന്മാര് സൈത്തെണ്ണ തിളപ്പിക്കുകയാ, സൈത്തെണ്ണ തിളപ്പിക്കുകയാണ്. പെട്ടെന്ന് രക്തം നിലയ്ക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു ചികിത്സയാണ്. സൈത്തെണ്ണ തിളപ്പിച്ചിട്ട് ആ മുക്കതാ മുറിച്ച കാലിലേക്ക് മുക്കുകയാ. സൈത്തെണ്ണ കൊണ്ടുവന്നിട്ട് തിളപ്പിച്ച സൈത്തെണ്ണ കൊണ്ടുവന്ന് മുറിച്ച കാലിലേക്ക് മുക്കുമ്പോ ഉറുവതങ്ങൾ അറിയാതെ നിസ്കരിക്കുകയാ. കാരണം ഓതുന്ന ആയത്തേതെന്നറിയോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തിങ്ങനെ പാരായണം ചെയ്യുകയാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പോതുകയാണ്. ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുവന്നിരുത്തി ഇബ്രാഹിം നബി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ മുസ്ലിം ആയിരുന്നില്ല, ബിസ്മി പറഞ്ഞില്ല. ഇബ്രാഹിം നബിക്ക് ദേഷ്യമായി, ഇറങ്ങി വിട്ടു. ആ ചങ്ങാതി അവിടെ നിന്ന് ഇറക്കി വിട്ടു.
അയാൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങിപ്പോയി. അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഒരല്പനേരം കഴിഞ്ഞപ്പോൾ അതാ വരുന്നു മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു മനുഷ്യനെ വേദനിപ്പിച്ച് ഇറക്കിവിട്ട ഇബ്രാഹിം നബിയുടെ മുമ്പിൽ ജിബ്രീൽ വരികയെ. അള്ളാഹു ചോദിക്കുന്നു, ഇബ്രാഹിമേ, ഇത്രയും കാലം ആ മനുഷ്യന് ഭക്ഷണം കൊടുത്തതാരാ? നീയാ അള്ളാഹ് കൊടുത്തേ? ഇബ്രാഹിം നബിയോട് ചോദിച്ചു, ആ മനുഷ്യന് ഇത്രയും കാലം ഭക്ഷണം കൊടുത്തതാരാ? റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവേ, നീയാ അള്ളാഹ് കൊടുത്തേ. ഇബ്രാഹിമേ, അവൻ എന്നെ വിശ്വസിക്കാത്തവനാ, എന്നിട്ടും ഇത്രയും കാലം ഞാൻ അവന് ഭക്ഷണം കൊടുത്തല്ലോ. നിനക്ക് ഒരു നേരം കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഇബ്രാഹിമേ. എന്നെ അവൻ ആരാധിക്കാത്തവനാ, എനിക്കറിയാം, എന്നെ വിശ്വസിക്കാത്തവനാ, എന്നിട്ടും ഞാൻ അവൻ ഇത്രയും കാലം ഭക്ഷണം കൊടുത്തു. നീ ആ വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ ഒരു നേരം കൊടുക്കാതെ നീ അവനെ വേദനിപ്പിച്ചു വിട്ടല്ലോ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറങ്ങി ഓടാൻ തുടങ്ങി. ആ മനുഷ്യനെ തേടി വീണ്ടും പുറകിൽ ഇറങ്ങിപ്പോയി. ഇബ്രാഹിം നബി വരുന്നത്, ചങ്ങായി നിക്ക്. ഇബ്രാഹിം നബി വരുന്നത് കണ്ടപ്പോ അയാൾ വിചാരിച്ചു ഉപദ്രവിക്കാൻ വരുന്നു. ഓടി, ഇബ്രാഹിം നബി കൂടെ ഓടി. അവസാനം ഓടി ആ മനുഷ്യന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിങ്ങൾ വരണം, ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാതെ ഞാൻ വിടൂല. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്നെ കളിയാക്കുവാണോ? നിങ്ങൾ എന്നെ പരിഹസിക്കുവാണോ? നിങ്ങളല്ലേ ഇറക്കിവിട്ടെ, വീണ്ടും എൻ്റെ അടുക്ക വന്നിരിക്കുക കളിയാക്കാൻ. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാതെ ഞാൻ വിടൂല. എന്തേന്ന് ചോദിച്ചു. എന്താ ഇത്രയും കിട്ടും മനമാറ്റം എന്തേ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, നിന്നെ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് വേദനിപ്പിച്ച് ഇറക്കി വിട്ടപ്പോ എൻ്റെ റബ്ബെന്നെ വഴക്കു പറഞ്ഞു. നിന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അള്ളാഹു നിന്റെ വിഷയത്തിൽ ഇടപെട്ടു. ആ മനുഷ്യൻ ചോദിക്കുകയാ, ഒരു വിശ്വാസിയല്ലാത്ത എന്റെ മനസ്സ് വേദനിച്ചപ്പോ നിങ്ങളുടെ റബ്ബ് ഇടപെട്ടോ? അതെ, എന്റെ റബ്ബെന്നെ വഴക്കു പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ പറയുകയാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്കിൽ ആ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഇബ്രാഹിം നബി ഒരിക്കൽ ഭക്ഷണം കഴിക്കാൻ ആളെ കിട്ടാതെ വന്നപ്പോ വീട്ടിൽ വന്നിരുന്നിട്ട് സങ്കടത്തിൽ കരയാ. ഈ കരച്ചല് കണ്ടപ്പോ മലക്കുകൾ അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ, ഞങ്ങള് പോകട്ടെ അല്ലാ. സങ്കടത്തോടെ കരയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോ അവിടെ നിന്ന് മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കുന്നു, പടച്ചവനെ, മനുഷ്യന്റെ രൂപത്തിൽ ആ ഇബ്രാഹിം നബിയുടെ മുമ്പിൽ പോകാൻ ഞങ്ങൾക്കൊരവസരം തരണേ പടച്ചവനെ. അങ്ങനെ യഥാ അനുവാദം ചോദിച്ചുകൊണ്ട് മലക്കുകൾ കടന്നു വരികയാണ്. ഇബ്രാഹിം നബി അവരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. ആ സമയത്ത് മലക്കുകൾ, മനുഷ്യന്റെ രൂപത്തിൽ വന്ന മലക്കുകൾ പറയുകയാ, ഞങ്ങള് കുഷ്ഠരോഗികളാണ്, ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആരും തയ്യാറാകില്ല. ആ സമയത്ത് ഇബ്രാഹിം നബിയുടെ മറുപടി എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുഷ്ഠരോഗമാണെന്ന് പറഞ്ഞപ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്താ? ഇബ്രാഹിം നബി പറയുകയാണ്, അൽഹംദുലില്ലാഹ്, നിങ്ങളെത്ര ഭാഗ്യവാന്മാരാ. അല്ലാഹു നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു രോഗം തരണമെങ്കിൽ അല്ലാഹു അത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അല്ലാതെ ഒരിക്കലും പടച്ച റബ്ബ് ഇങ്ങനെ നിങ്ങൾക്ക് തരൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞ മറുപടി അതാ. അതുകൊണ്ട് പടച്ചവനെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഇബ്രാഹിം നന്ദിയുള്ള അടിമയാ. അതിന്റെ കാരണം ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. മൂന്നാമതായിട്ട് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇഅ്മലൂ ആല ദാവൂദ ശുക്റാ. ഒരു കുടുംബം നന്ദിയുള്ള കുടുംബമാ. പടച്ചവനെ, നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞു, ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത് അല്ലാഹു പറഞ്ഞത് ഒരു കുടുംബം നന്ദിയുള്ള കുടുംബമാണ്. ആരുടെ കുടുംബം എന്നറിയോ? മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദിന്റെ കുടുംബം, പടച്ചവരെ, ദാവൂദിന്റെ കുടുംബം നന്ദിയുള്ള കുടുംബമാണ്. അതിന്റെ കാരണം എന്തെന്നറിയോ? ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോ 24 മണിക്കൂറും ഇബാദത്ത് നടക്കുന്ന ഒരു വീട്
കാണാ. പടച്ചവരെ, ആകാശത്ത് നിന്ന് പടച്ച റബ്ബ് ഭൂമിയിലേക്ക് നോക്കുമ്പോ 24 മണിക്കൂറും ഒരു നിമിഷം പോലും മാറാതെ ഇബാദത്ത് നടക്കുന്ന ഒരു കുടുംബം കാണാ. അതാരുടെ വീടാണെന്നറിയോ? അതാരുടെ വീടാണെന്നറിയോ? മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി സമയം നിശ്ചയിച്ചിരിക്കുകയാ. ദാവൂദ് നബിക്ക് ഇബാദത്ത് ചെയ്യാൻ എത്ര മണിക്കൂർ, ഭാര്യക്ക് ഇബാദത്ത് ചെയ്യാൻ എത്ര മണിക്കൂർ, സുലൈമാൻ നബിക്ക് ഇബാദത്ത് ചെയ്യാൻ എത്ര മണിക്കൂർ. ഓരോരുത്തർക്കും ഇബാദത്ത് ചെയ്യാ സമയം ഇങ്ങനെ വേർതിരിച്ചു കൊടുത്തിരിക്കുകയാ. അല്ലാഹു എപ്പ നോക്കിയാൽ ദാവൂദ് നബിയുടെ വീട്ടിലെ ഇബാദത്താ. അല്ലാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുകയാ. അതുകൊണ്ടാണ് പടച്ച റബ്ബ് പറഞ്ഞത്, ഇഅ്മലൂ ആല ദാവൂദ ശുക്റാ. ദാവൂദിന്റെ കുടുംബം അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന കുടുംബമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നന്ദി കാണിച്ചാ റബ്ബ് മറക്കൂല. നന്ദി കാണിച്ചാൽ അല്ലാഹു മറക്കൂല. റബ്ബ് വാരിക്കോരി തരും മക്കളെ, വർദ്ധിപ്പിച്ചു തരും മക്കളെ. അല്ലാഹുവിനെ ശുക്ർ ചെയ്യ്. അല്ലാഹുവേ, നീ ഇബാദത്ത് ചെയ്താ, നീ അല്ലാഹുവിനോട് നന്ദി രേഖപ്പെടുത്തിയ, അല്ലാഹു വേണ്ടത് മുഴുവനും നിനക്ക് വാരിക്കോരി തരികയാണ്. പെങ്ങളെ, നിസ്കരിക്കുമോളെ, ഖുർആനോതുമോളെ, സദക്ക കൊടുക്ക സഹോദരാ. ഒരിക്കലും സദക്ക കൊടുത്ത ഒരാൾക്കും അല്ലാഹു ദാരിദ്ര്യം കൊടുത്തിട്ടില്ല. ഒരാളും ഇന്ന് വരെ പട്ടിണിക്കായിട്ടില്ല. കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, പടച്ച റബ്ബിനെ മറന്ന ഉസ്താദേ, സാമ്പത്തികമായി ഞാൻ വല്ലാതെ തകർന്നിരിക്കുകയാ. കച്ചവടം മുഴുവനും തകർന്നു പോയി, സമ്പത്ത് തകർന്നു പോയി, സമാധാനമില്ല, ജീവിതം വല്ലാത്ത പ്രയാസത്തിലാണ്. എല്ലാരും പറയുന്ന കാരണമാണല്ലോ. എന്തേ അതിന്റെ കാരണമെന്നറിയോ? ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹുവിനെ നമ്മൾ മറന്നു കഴിഞ്ഞാൽ, നമ്മൾ നന്ദികേട് കാണിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബ് കൈവിടുമടോ. ജീവിതത്തിൽ നിന്ന് റഹ്മത്ത് പോവുകയാണ്, ബറക്കത്ത് പോവുകയാണ്, എല്ലാം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, റജബ് മാസമാണ്, അല്ലാഹുവിന്റെ മാസമാണ് റജബ്. നബി തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാണ് റജബ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. പള്ളിയിലെ ഖതീബ് ഓരോ വഖത്ത് നമസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോഴും പ്രത്യേകമായിട്ട് പറയുന്ന ഒരു ദുആയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും എനിക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. പെങ്ങളെ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലേ, നിങ്ങളുടെ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടിയല്ലേ ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങളിൽ പലരും കൊടുത്തിട്ടല്ലേ ഇന്ന് ഈ നിലയിലായത്. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഉറങ്ങേണ്ടവർ ഉറങ്ങിക്കോ, അഭിനയിക്കേണ്ടവർക്ക് അഭിനയിക്കാ, കൊടുക്കേണ്ടവർക്ക് കൊടുക്കാ, എഴുന്നേറ്റ് പോകേണ്ടവർക്ക് എഴുന്നേറ്റ് പോകാ. പക്ഷേ അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം നീ കൊടുക്കുന്നത് കൊണ്ട് പ്രയോജനം നിനക്കാ. ഈ പൈസ കൊണ്ട് അല്ലാഹൊന്നും നേടാനില്ല. അല്ലാഹുവിന് നമ്മുടെ പൈസയുടെ ആവശ്യമില്ല. ആവശ്യക്കാര് നമ്മളാണ്. അസ്വദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റുമെന്ന്, അപകടങ്ങളെയും ദുരന്തങ്ങളെയും തട്ടിമാറ്റുമെന്ന് പടച്ചവനെ മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിച്ചു തരുമ്പോ, പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുന്ന കാലമാണ് പെങ്ങള്. ഓരോ വീട്ടിലും കിഡ്നി രോഗികൾ വല്ലാതെ വർദ്ധിക്കുകയാണ്. അല്ലാഹു ചെയ്ത നിഅമത്തുകളെ കുറിച്ച്
ചിന്തിക്കാത്തതെന്ത്? പടച്ചവരെ, വയനാടിൽ എന്റെ പ്രിയ സുഹൃത്തിന്റെ വീട്ടിലിരിക്കുമ്പോ അതാ വോട്ട് ഓടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മാനന്തവാടിയിൽ നിന്ന് വന്നതാണ്. ഉസ്താദേ ദുആ ചെയ്യട്, ഉസ്താദേ ദുആ ചെയ്യട്. കിഡ്നി ഫെയിലായിരിക്കുന്ന ചെറുപ്പക്കാരനാട്, ഡയാലിസിസ് ചെയ്യുന്ന ചെറുപ്പക്കാരനാട്. അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾ എന്തേ മാറ്റിവെക്കാനെന്ന് പരിശ്രമിച്ചുകൂടെ? ഉസ്താദേ, മാറ്റിവെച്ചിട്ട് ഫെയിലായതാ. പടച്ചവരെ, വിവാഹം പോലും കഴിച്ചിട്ടില്ലാത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു, വെച്ചിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ ഫെയിലായി പോയി, വീണ്ടും ഡയാലിസിസ് ചെയ്യുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ എല്ലാ ദിവസവും മരുന്ന് കഴിക്കാറില്ല, 2-3 ദിവസം കൂടുമ്പോഴാണ് ഞാൻ മരുന്ന് കഴിക്കുന്നത്. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങളെന്തു മനുഷ്യരാണ്, എല്ലാ ദിവസവും മരുന്ന് കഴിക്കണമല്ലോ, എന്തേ നിങ്ങൾ അശ്രദ്ധ കാണിച്ചത്? എന്തേ നിങ്ങൾ കഴിക്കാതിരുന്നത്? ചെറുപ്പക്കാരന്റെ മുഖമങ്ങ് വാടിയടോ. അവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദേ, ഒരാഴ്ചയിൽ 6000-7000 രൂപ വേണം ഉസ്താദ്. എവിടെ നിന്നാ ഉസ്താദ്? ഈ പാവപ്പെട്ടവനായ എന്റെ കയ്യിൽ എവിടെ നിന്നാ കാശ്? പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഉസ്താദേ ഗുളിക കഴിക്കാൻ പറ്റാതെ പോയത്. സങ്കടത്തോടെ പറയുമ്പോ, ആരോഗ്യമുള്ള സമ്പത്ത് തന്ന മുസ്ലിമേ, എന്തേ ചിന്തിക്കാത്തത്? നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസറോ ട്യൂമറോ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ചിരിയും കളിയുമൊക്കെ മാറുമടോ. നിന്റെ കുടുംബത്തിൽ ഇടിത്തീ വീണതുപോലെ ആ വാർത്ത എങ്ങാണം വന്നാ എല്ലാം അവസാനിച്ചടോ. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി മുമ്പിലേക്ക് വരികയാ. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പമെടുക്ക്, അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പമെടുക്ക്. എന്നിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചവരെ ആ ബക്കറ്റിന്റെ അകത്തിട്ടിട്ട് അല്ലാഹുവോട് പറയണം, അല്ലാ, എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ? ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ. പടച്ചവനോട് പറ സഹോദരാ. അതുകൊണ്ട് സംഘാടകർ വരികയാ. മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്ക്. എന്നെ അറുത്തു മുറിക്കരുത്, എന്റെ കൈകാലുകൾ മുറിച്ച് മാറ്റരുത്. പടച്ചവരെ, എന്നെ കിടന്ന കിടപ്പിൽ കിടത്തരുത്, മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിൽ കിടത്തല്ലേ അല്ലാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്ക്. മക്കളെ, അല്ലാഹു തരുന്ന മാസമാണ്, ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ്. അതുകൊണ്ട് ഒരാളും വിട്ടുപോകരുത്. അല്ലാഹുവേ, മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്ക്. റബ്ബേ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ചങ്ങായിമാരെ, ബക്കറ്റ് ഇങ്ങടെ മുമ്പിൽ വരിക. ആ കൊണ്ടുവരുന്ന ചങ്ങാതിക്ക് വീട് വെക്കാനല്ല കേട്ടാ, ആ കൊണ്ടുവന്ന ചങ്ങാതിയുടെ മക്കളെ കെട്ടിക്കാനൊന്നുമല്ല. ആ ബക്കറ്റ് കൊണ്ടുവരുന്നത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാ. മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്തോ, രക്ഷപ്പെടും. അൽഹംദുലില്ലാ. ഡോക്ടറെ കാണണമെങ്കിൽ ഫീസ് എത്ര രൂപയെന്നറിയാവോ? ഒരു പനി പിടിച്ചു പോയാൽ തന്നെ ഡോക്ടറെ കാണണമെങ്കിൽ ഫീസ് എത്ര രൂപയാ? ഏത് രോഗത്തെയും തട്ടിമാറ്റാൻ സദഖയ്ക്ക് പവറുണ്ടെന്ന മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്ക്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു നമ്മളോട് വാഗ്ദാനം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്താ? അള്ളാഹു പറയുന്നു,
നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ എല്ലാം തരും. നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയാണെങ്കിൽ, എനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് മുഴുവനും ഞാൻ തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ശുക്ർ ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ശുക്ർ ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. എത്ര മണി വരെയല്ല നിർത്താറായോ? പിന്നെ വാച്ചിലൊക്കെ നോക്കുന്ന എല്ലാവരും വാച്ചിലൊക്കെ നോക്കുന്ന, അതുകൊണ്ട് ചോദിച്ചാ ഒരു അരമണിക്കൂറും കൂടെ പറ്റൂലേ? അരമണിക്കൂറും കൂടെ ഇരിക്കൂലേ? നിങ്ങൾ എന്താ കാക്കാമാരി അരമണിക്കൂറും കൂടെ ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഞാനാണെങ്കിൽ കുറേ നാളുകളായിട്ട് വഴതൊന്നുമില്ല, സുഖമില്ല, വളരെ പ്രയാസത്തിലായിരുന്നു. എല്ലാവരുടെ ദുആ കൊണ്ട് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി. അള്ളാഹു ശുഭ നൽകുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് വഴത് വയ്യ, കൂടുതൽ നിൽക്കാനും പറ്റൂല, കൂടുതൽ നേരം ഇരിക്കാനും പറ്റൂല. സത്യം പറഞ്ഞാൽ ഇന്നലെ ഇത്തിരി വഴത് കൂടിപ്പോയി. 3-3.5 മണിക്കൂറോളം ഒരു യതീംഖാനയുടെ പരിപാടി ആയതുകൊണ്ട് അങ്ങ് ഒരുപാട് നേരം നിന്നു. പക്ഷേ ഇന്ന് രാവിലെ കിടന്ന് ഞാൻ ഇന്ന് വൈകുന്നേരം വരെ കിടപ്പായിരുന്നു. എനിക്ക് നല്ല ബുദ്ധിമുട്ടും പ്രയാസമുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ പരിപാടി കഴിഞ്ഞാൽ ഉടനെ നാട്ടിലേക്ക് ജുമയ്ക്ക് പള്ളിയിലെത്തണം. അവിടെ നിന്ന് പിന്നെ 100 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്. പോയിട്ട് അതേപോലെ വീണ്ടും തിരിച്ച് വയലിന് വരാനുള്ളതാണ്. അപ്പോൾ ശാരീരികമായി ചില പ്രയാസങ്ങളുണ്ട്. പരാതിയൊന്നുമില്ല. അള്ളാഹു ശുഭ നൽകുമാറാകട്ടെ. നമ്മളൊക്കെ ദുആ ചെയ്താൽ മതി, വേറൊന്നുമില്ല. നമുക്ക് സുഖമില്ലെങ്കിൽ എല്ലാവരോടും പറയാൻ പാടില്ല സുഖമില്ല 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 എന്ന് പറയാൻ പാടില്ല. കാരണം അങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വല്ലാത്ത സങ്കടം തോന്നും. നമ്മൾ സുഖമില്ല സുഖമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ അത് കേൾക്കുമ്പോൾ ഒരു സങ്കടം തോന്നും. നമ്മുടെ ശത്രുവിനാണെങ്കിൽ വലിയ സന്തോഷം തോന്നും. അതാ അവസ്ഥ. നമ്മുടെ ശത്രുവിനാണെങ്കിൽ അവൻ വീണോ? നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾക്കൊക്കെ ഓരോ ആൾക്കാർ ഓരോന്നും പറയും, ഒന്നും കാര്യമാക്കണ്ട. അള്ളാഹു എന്ത് തന്നാലും കാലിലൊരു മുള്ളുകൊണ്ട അതിനും പ്രതിഫലമുണ്ട്. ഒരു രാത്രി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഒരു രാത്രിയിൽ ഒരു മനുഷ്യന് പനിച്ചാൽ മതി. ഒരു രാത്രി പനി വന്നിട്ട് ബുദ്ധിമുട്ടിയാൽ അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളൊക്കെ ഈ രോഗം പിടിച്ച് കിടക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ പറയും, കണ്ടോ കിടന്ന് നരകിക്കുന്നത് കണ്ടോ. കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തി പ്രയാസപ്പെടുന്നവരെ കാണുമ്പോൾ നമുക്കെന്തോ ഇല്ലാത്ത എന്തൊരവസ്ഥയല്ല. എൻ്റെ പൊന്നാര ആമിനാത്ത, ആ മനുഷ്യൻ എത്ര വലിയ ഭാഗ്യവാനാണെന്നറിയോ നിനക്കൊക്കെ. ഈ ക്യാൻസറും ട്യൂമർ പോലെയുള്ള മാരക രോഗം പിടിച്ച് കിടന്ന് വർഷങ്ങളോളം കിടക്കുന്നവരുണ്ട്. ഇവിടെ അവൻ എത്ര വലിയ ഭാഗ്യവാനാണെന്നറിയോ. ഇവിടെ ആ മനുഷ്യൻ അനുഭവിച്ച വേദനകൾക്ക് പകരം അദ്ദേഹം ചെയ്ത പാപം മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കും. വഴുത് കേൾക്കാൻ നായും വന്നോ അല്ല, ആരും കടിച്ചേക്കല്ലേ, അതിനങ്ങ് വിട്ടേക്കണേ. അസ്ഹാബുൽ കഹഫിന്റെ കൂടെ പോയ നായ നാളെ സ്വർഗത്തിലുണ്ട് ഒരെണ്ണം. അപ്പൊ നന്മയുടെ കൂട്ടിൽ നിന്നാ വിടുന്ന അതിനെ വിട്ടേരപ്പാ പോയാത് കുഴപ്പമില്ല. പകല് മുഴുവനും, അതാ ഇന്നലത്തെ വഴുതിൽ പറഞ്ഞത്, നായ രാവിലെ സൈലന്റാ അല്ലെ, പകലൊക്കെ ആള് സൈലന്റാ, രാത്രി ആയി കഴിഞ്ഞാൽ വൈലന്റാ. അതാ അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നായയുടെ സ്വഭാവം നമുക്ക് അള്ളാഹു, നായയുടെ സ്വഭാവം എന്താ? പകല് മുഴുവനും കിടന്നുറങ്ങും, രാത്രിയിൽ അലഞ്ഞു നടക്കും. ഇപ്പൊ അത് തന്നെ നമ്മുടെ പലരുടെയും സ്വഭാവം. രാവിലെ മുഴുവനും അലഞ്ഞു നടക്കും, രാത്രിയായി കഴിഞ്ഞാൽ ഈ നായയിൽ നിന്ന് പഠിക്കാൻ ചില ഗുണം. നന്ദിയുള്ളതാണ് നായിക്ക്. നമുക്കുണ്ടോ? നായയിൽ നിന്ന് 12 ഗുണങ്ങൾ പഠിക്കാനുണ്ട്. തൊട്ട 7 വെള്ളത്തിൽ കഴുകണം, മണ്ണിട്ട വെള്ളത്തിൽ കഴുകണം എന്നൊക്കെ പറയുമെങ്കിലും ഈ നായയിൽ നിന്ന് എത്ര ഗുണം പഠിക്കാനുണ്ട്? നിങ്ങൾ എന്താ മനുഷ്യന്മാരെങ്ങനെ ഇരിക്കണേ? 12 ഗുണങ്ങൾ നായയിൽ നിന്ന് പഠിക്കാനുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നായയുടെ ഒരു പ്രത്യേകത എന്തെന്നറിയോ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള സ്വഭാവം നായിക്കുണ്ട്. ഉള്ളത് കൊണ്ട്. നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? നായ്ക്കുള്ളൊരു ഗുണമെന്താ? അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും. എവിടാണോ ഉള്ളത്, തറയെങ്കിൽ തറ, എവിടാണോ അത് തൃപ്തിപ്പെടാനുള്ള മനസ്സ്. നമുക്കോ പടച്ചവനെ ഉസ്താദെ ഒരു 2 സെന്റ് സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു എവിടെങ്കിലും ഒന്ന് തലയാക്കാൻ. അങ്ങനെ അള്ളാഹു അവിടെ കൊടുത്തു. പടച്ചവന് ഒരു ചെറിയ വീട് മതി, അല്ല വേറൊന്നും വേണ്ട, വീട് കിട്ടി. ഉടനെ പറയുന്ന പടച്ചവൻ ആ റോഡിന്റെ സൈഡിൽ ഒരു 5 സെന്റ് കിട്ടിയിരുന്നെങ്കിൽ, അവിടെ ചെന്നപ്പോ പറയുന്ന പടച്ചവനെ ഇത് പത്തിരിക്കടപ്പുറത്ത് ടൗണിൽ കിട്ടിയിരുന്നെങ്കിൽ. മനുഷ്യന്റെ ആർത്തി ഉണ്ടല്ലോ, അത് ഖബറിലെ മണ്ണുകൊണ്ടല്ലാതെ അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് നൽകുമാറാകട്ടെ. അപ്പൊ അള്ളാഹു പറയുകയാ, നീ നന്ദി കാണിച്ചാ മതി, നീ നന്ദി കാണിക്ക്.
നിനക്കെല്ലാം ഞാൻ തരാം, ഒരു പേടിയും വേണ്ട, എന്ത് വേണമെങ്കിലും നിനക്ക് തരാം, നന്ദിയുള്ളവനായാ മതി. നന്ദി കാണിച്ച അള്ളാഹ് എല്ലാം തരും, നന്ദികേട് കാണിച്ച അള്ളാഹു ഉള്ളത് കൂടെ തിരിച്ചെടുക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്നിട്ട് അള്ളാഹു പറയുന്ന രണ്ടാമത്തെ ഗുണമെന്താ? ഇരുന്നോട്ടെ ഇപ്പൊ ഒന്നാമതേ കാല് നടുവിന് വേദനയിടോ, ഒന്നാമതേ നിന്നിട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. രണ്ട്, അള്ളാഹു നമ്മളോട് പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താ? അള്ളാഹു ചെയ്യുന്ന രണ്ടാമത്തെ വാഗ്ദാനം, നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് ഉത്തരം തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം എന്താ? അള്ളാഹു പറയുന്നു, നീ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, എന്നോട് നീ ചോദിച്ചാൽ നിനക്ക് ഞാൻ വേണ്ടതൊക്കെ ഞാൻ തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, ആരെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു, നീ ചോദിച്ചത് ഞാൻ തരാം. ദുആയിക്ക് അള്ളാഹു ഇജാബത്ത് തരികയാ. ആരെങ്കിലും റബ്ബിനോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ, പടച്ചവനോട് ചോദിച്ചാ അള്ളാഹു തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹുവിനോട് ചോദിക്കടോ, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഈ കണ്ണിന്റെ നരമ്പുണ്ടല്ലോ, ഈ ചെവിയുടെയും കണ്ണിന്റെയും ഇടയിൽ ഇരിക്കുന്ന നരമ്പെടുത്തിരിക്കും പോലെ അല്ലാഹുവേ നമ്മളിലേക്ക് അടുത്തിരിക്കുകയാണ്. വേണ്ടവര് ചോദിക്ക്, എന്താണ് നിനക്ക് വേണ്ടത്? എന്ത് വേണമെങ്കിലും അല്ലാഹു തരുമല്ലോ. അത് തരാനുള്ള കഴിവ് പടച്ച റബ്ബിനുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹുവിന്റെ വാഗ്ദാനമാ. എന്നോട് ദുആ ചെയ്താ, എന്നോട് ചോദിച്ചാ, ആ ചോദിച്ചത് ഞാൻ കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുകയാ, എന്നോട് ആരെങ്കിലും ദുആ ചെയ്താൽ, ചോദിച്ചാൽ ഞാൻ അവന് ചോദിച്ചത് കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ദഹിക്കത്തില്ല, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിറാജ ഞാൻ എത്ര കാലമായിട്ട് ചോദിക്കുന്നു, എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഞാൻ എത്രയോ കാലമായിട്ട് റബ്ബിനോട് എന്തെല്ലാം ചോദിക്കുന്നു, എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഇത് നമ്മുടെ ഒരു വലിയ പരാതിയാ. എന്റെ പൊന്നാര ചങ്ങാതി, നീ ചോദിക്കുന്നത് കിട്ടുന്നില്ലെങ്കിൽ അല്ലാഹയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അള്ളാനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നീ ചോദിക്കുന്നത് അള്ളാഹു കേട്ടാലല്ലേ സഹായിക്കാൻ പറ്റൂ. എങ്ങനെ? ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാലല്ലേ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റൂ. അങ്ങനല്ലേ? കാക്കന്മാരെ പറ, ആണോ അല്ലേ? നിങ്ങൾ ഒരാൾ എന്നോടൊരു സഹായം ചോദിച്ചു, ആ ചോദിക്കുന്നത് ഞാൻ കേട്ടാലല്ലേ സഹായിക്കാൻ പറ്റൂ. ഞാൻ കേട്ടില്ലെങ്കിൽ സഹായിക്കാൻ പറ്റൂ? ഇല്ല. അപ്പൊ നീ ചോദിക്കുന്നത് അള്ളാന്റെ അടുക്കൽ എത്തിയാലല്ലേ നിന്നെ സഹായിക്കാൻ പറ്റൂ. അപ്പൊ നീ എന്ത് മനസ്സിലാക്കുക? നീ ചോദിക്കുന്നത് അവിടെ എത്തുന്നില്ല എന്ന് ചിന്തിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എടാ, നീ ചോദിക്കുന്നത് അള്ളാന്റെ അടുക്കൽ എത്തണ്ടേ? എത്തണമെങ്കിൽ കേൾക്കുന്നത് പോലെ ചോദിക്ക്. അത് നിലവിളിച്ച് ഇങ്ങനെ ബഹളം വെച്ച് ചോദിക്കലൊന്നുമല്ല. ഒരു മണിക്കൂറോളം നീണ്ടു നിന്ന് ദുആ ഒന്നും ആവശ്യമൊന്നുമില്ല. പണ്ടൊരാള് നബിതങ്ങളുടെ കാലത്ത് ഒരു സഹാബി ഇങ്ങനെ വലിയ ശബ്ദത്തിൽ ദുആ ചെയ്യുക, വലിയ ശബ്ദത്തിൽ ദുആ ചെയ്യുന്ന ഒരു സഹാബിയെ കണ്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, ഓന്റെ അടുക്ക പോയി പറയാൻ, അള്ളാഹുവിന് ചെവി കേൾക്കുമെന്ന്. നിലവിളിക്കൊന്നും വേണ്ട, കേൾക്കുമെന്ന്. ഓന്റെ അടുക്ക നീ പോയി പറഞ്ഞു കൊടുക്ക്. പതുക്കെ ചെന്നവനെ ഞാനും നിങ്ങൾ നിസാരമായി ഇറക്കി വിടും. നമ്മുടെ സ്വഭാവം അങ്ങനെ. പക്ഷെ അള്ളാഹ് മാന്യന, കൈ നീട്ടുന്നവനെ വെറുതെ വിടില്ല എന്ന് നബിഗിന റസൂലുള്ളാഹി.
അല്ല മാന്യനാ. അള്ളാഹുവിന്റെ മുമ്പിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ദുആ ചെയ്താൽ, അള്ളാഹുടെ അടുക്കൽ ആരെങ്കിലും ഒരാള് ചോദിച്ചാ അള്ളാഹു വെറും കയ്യോടെ മടക്കാറില്ല. അള്ളാഹുവേ എന്താണ് നബി തങ്ങൾ പറയുന്നു, മൂന്നാലൊരു കാര്യം അള്ളാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിനക്ക് അള്ളാഹു തരും. ഞാൻ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, പടച്ച റബ്ബേ എനിക്ക് നീ സമ്പത്ത് തരണേ അല്ലാ, ആരോഗ്യം തരണേ അല്ലാ, രോഗം മാറ്റി തരണേ അല്ലാ, വീട് തരണേ അല്ലാ. ഞാൻ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹു ആ ദുആ കേൾക്കുകയാണ്. ഒന്നുകിൽ അല്ലാഹു ഞാൻ ചോദിച്ചത് തന്നെ തരും. സിറാജ് സമ്പത്ത് ചോദിച്ചു, സിറാജ് മക്കളെ ചോദിച്ചു, സിറാജ് ചോദിച്ചത് അല്ലാഹു തരൂല. അല്ലാഹു പരലോകത്തേക്ക് മാറ്റിവെക്കുകയാണ്, മഹ്ശറയിലേക്ക് മാറ്റിവെക്കുകയാണ്. ആ ദുആ അല്ലാഹു മാറ്റിവെക്കുകയാണ്. നാളെ ഞാൻ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാൻ എന്ന് പറയുന്ന ത്രാസിലും മലക്കുകൾ കൊണ്ടുവന്നൊരു പൊതിയിടുകയാണ്. അല്ലാഹുവേ ഇതേതാ അല്ലാ, അല്ലാഹുവേ ഇതേതാ അല്ലാ. സിറാജേ ദുനിയാവിൽ വെച്ച് നീ ഇന്ന സമയത്ത് ദുആ ചെയ്തല്ലോ, അന്ന് ഞാൻ നിനക്ക് തന്നില്ല, അതാണിത്. അത് ഞാൻ ഈ മഹ്ശറയിലേക്ക് മാറ്റിവെച്ചു. ആ മാറ്റിവെച്ചതാണ് ഈ പൊതി. നാളെ ആഖിറത്തിൽ ലഭിക്കുകയാണ്. ഒന്നുകിൽ പടച്ചവൻ ചോദിച്ചത് തരും, അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് മാറ്റിവെക്കും. ഇത് രണ്ടുമില്ലേ. മൂന്ന്, അല്ലാഹു നിനക്ക് വരാനിരിക്കുന്ന ഒരു ശർറ് തട്ടിക്കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വരാനിരിക്കുന്ന ഒരു അപകടമെങ്കിലും, ഒരു ശർറെങ്കിലും, ഒരു മുസീബത്തെങ്കിലും നീ ദുആ ചെയ്തതിന് പകരം അല്ലാഹു തട്ടിക്കളയുമെന്ന് പറയുമ്പോ പെങ്ങളെ ദുആ ചെയ്യുമോളെ. എന്നാലും എല്ലാവരും പറയുന്ന ഉസ്താദേ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ലല്ലോ, എന്റെ സങ്കടം മാറുന്നില്ലല്ലോ, എന്റെ രോഗം മാറുന്നില്ലല്ലോ, എനിക്ക് നല്ല ജീവിതം കിട്ടുന്നില്ലല്ലോ, എല്ലാരും പരാതി പറയുന്നല്ലോ. ചോദിക്കേണ്ടത് പോലെ ചോദിച്ച അല്ലാഹു നിനക്ക് ഉത്തരം തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചോദിക്കേണ്ടത് പോലെ ചോദിച്ച അല്ലാഹു ഉത്തരം തരും. ചോദിക്കേണ്ടത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ചുമ്മാതെ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചുമ്മാതെ കടന്ന് എന്തെങ്കിലും ചോദിക്കേണ്ടത് പോലെ ചോദിക്ക്. ചോദിക്കേണ്ടത് പോലെ ചോദിച്ച ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചോദിക്കേണ്ടത് പോലെ ചോദിച്ചാൽ കിട്ടൂലേ? കിട്ടുവോ ഇല്ലേ? പൈസ ചോദിച്ചാൽ തരൂല്ലേ നിങ്ങൾ? ചോദിക്കേണ്ടത് പോലെ ചോദിച്ചാൽ പെണ്ണുങ്ങളെ സ്വർണ്ണമൊക്കെ ഊരി തരൂല്ലേ? എല്ലാം ഇന്ന് ഊരി തരും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ചോദിക്കേണ്ടത് എങ്ങനാണെന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് പോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? നമ്മൾ ആരെങ്കിലും അല്ലാഹു പറഞ്ഞതുപോലെ ചോദിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്? അതാ കടലിലൂടെ ഒരു കപ്പലിങ്ങനെ സഞ്ചരിക്കുകയാണ്. ഒരുപാട് ജനങ്ങളുമായിട്ട് കടലിലൂടെ ഒരു കപ്പലിങ്ങനെ സഞ്ചരിക്കുകയാണ്. അല്ലാഹുവേ, നടുകടലിലേക്ക് എത്തിയപ്പോ അതാ കടലാ കപ്പലിനകത്തിരിക്കുന്ന മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാമിന് അവിടുന്ന് പടച്ചവനെ ചരിത്രം പഠിച്ചവരാണ്. പ്രശ്നമുണ്ടാവുകയാണ്, കുറിയിടുകയാണ്. യൂനുസ് നബിയുടെ പേരാണ് കിട്ടുന്നത്. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാമിന് കപ്പലിൽ നിന്ന് നടുകടലിലേക്ക് വലിച്ചെറിയുകയാ. നടുകടലിലേക്കുണ്ടല്ലോ, അതാ യൂനുസ് നബി അലൈഹിസ്സലാമിനെ വിഴുങ്ങുകയാണ്. യൂനുസ് നബിയെ വിഴുങ്ങുകയാണ്. അല്ലാഹുവേ, കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന കടലിലെ ഏറ്റവും
ഏറ്റവും വലിയ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് യൂനുസ് നബി കിടക്കുകയാ. ചിന്തിക്കടാ മക്കള്, രക്ഷപ്പെടാൻ 1% ഒരു കടുകുമണിയുടെ അളവെങ്കിലും സാധ്യതയുണ്ടോ? കടലിനടിയിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ കിടക്കുകയാണ്. അതിനകത്ത് കിടന്നിട്ട് യൂനുസ് നബി ദുആ ചെയ്യുകയാ. യൂനുസ് നബി ദുആ ചെയ്യുകയാ. വനാദാ ഫിൽ ളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എവിടെ കിടന്നിട്ടാണ് ചോദിക്കുന്നതെന്നറിയോ? കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന ആ വലിയ മത്സ്യത്തിന്റെ വയറിനകത്താണ് കിടക്കുന്നത്. ഒന്ന് കടലിനടിയിലാണ്, വല്ലാത്ത ഇരുളാണ്. മീനിന്റെ വയറിനകത്താണ്, അതിനകത്തും വല്ലാത്ത ഇരുളാണ്. അതിനകത്ത് കിടന്നുകൊണ്ട് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനോട് വിളിക്കുന്നു. വനാദാ ഫിൽ ളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഏത് വഴിയടഞ്ഞാൽ വഴി തുറക്കുന്ന അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. കൈവിടല്ലേ അല്ലാ, സഹായിക്കണേ അല്ലാ. യൂനുസ് നബി അവിടെ കിടന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹ് തന്നെ പറയുകയാ, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂ. അങ്ങനെ എങ്ങാണം ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറിനകത്ത് കടക്കേണ്ടി വരുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ മീനിന്റെ വയറിനകത്ത് കിടക്കുമ്പോ യൂനുസ് നബി അല്ലാഹുവിനെ വിളിച്ചു, പടച്ചോനെ എന്നെ നീ സഹായിക്കണം, എന്നെ രക്ഷപ്പെടുത്തണം. 40 ദിവസം കഴിഞ്ഞപ്പോ ഒരു പോറല് പോലും ഏൽക്കാതെ ആ മീൻ കൊണ്ടുവന്ന് കരയിലേക്ക് കൊടുത്തു. ഇത് കടങ്കഥയല്ല. അല്ലാഹു ഇതിനാ ദുആന്ന് പറയാ. ആ മീനിന്റെ വയറിനകത്ത് കടല്, നടുകടല്, കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലം, കടലിലെ ഏറ്റവും വലിയ മീനിന്റെ വയറിനകത്ത് കിടക്കുമ്പോഴും യൂനുസ് നബിക്ക് അറിയാം, ഞാൻ ചോദിച്ചാ എന്റെ റബ്ബ് തരും, ഞാൻ ചോദിച്ചാ എന്റെ റബ്ബ് തരും, എന്നെ സഹായിക്കും. വിശ്വാസം, പ്രതീക്ഷ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നീ എന്തേ പറയണേ? ചോദിച്ചു മടുത്തു, കാര്യമില്ല. എത്ര കാലമായി ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട്. നിരാശ. ഈ ഉമ്മത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ നാശം നിരാശ. ഇനി കിട്ടൂല. എത്ര കാലമായി റബ്ബേ അള്ളാഹിനോട് ചോദിക്കാൻ തുടങ്ങിയിട്ട്. എനിക്കൊരു വീട് തരാത്ത എന്താ അല്ലാ? എനിക്ക് സമാധാനം തരാത്ത എന്താ അല്ലാ? എന്റെ ഭർത്താവിനെ നന്നാക്കി തരാത്ത എന്തേ? പടച്ചവൻ എന്താ എനിക്ക് മക്കളെ തരാത്തെ? എനിക്കെന്ത് സമ്പത്ത് തരാത്തെ? മടുത്തു. അള്ളാഹിക്ക് പറ്റൂല എന്നാ നീ പറയണേ? അള്ളാഹി കൊണ്ടൊന്നും പറ്റൂലടോ, ഓനെ കൊണ്ടൊന്നും പറ്റൂല. ചോദിച്ചിട്ട് കാര്യമില്ല. 40 50 60 60 ആരാ പറഞ്ഞ വയസ്സായ പ്രസവിക്കൂല എന്ന്? എന്റെ താത്താമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തേ റബ്ബിനോട് ദുആ ചെയ്യാത്തെ? അല്ലാഹ് പറഞ്ഞതെന്താ? ചോദിച്ചാ ഞാൻ തരും. ഭർത്താവും ഭാര്യയും മനസ്സിലാക്കേണ്ടത്, മക്കളില്ലാത്തവർ പരിശോധിച്ചിട്ട് പരസ്പരം പരിചാടാൻ പാടില്ല. നിന്റെ കുഴപ്പം എന്റെ കുഴപ്പം അങ്ങനെ പറയാൻ പാടില്ല. ഓന് മക്കളുണ്ടാകത്തില്ല ഓളെ വീട്ടിൽ ആർക്കും ഇല്ല, ഇങ്ങനെ പറയലല്ല. എടോ, അള്ളാഹു മക്കൾ എന്ന് പറയുന്ന അതൊരു സമ്മാനമാണ്. അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തൻ്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, നബിതങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആയിഷ ബീബി ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, നബിതങ്ങൾക്കും ആയിഷ ബീബിക്കും മക്കളില്ലായിരുന്നു. ആരുടെ കുഴപ്പമാ? നിങ്ങൾ പറ. നബിതങ്ങൾക്ക് എന്താ കൗണ്ടിങ് ഇല്ലായിരുന്നു? അള്ളാന്റെ റസൂലിനും തന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല രണ്ടുപേർക്കും മക്കളില്ല. ആരുടെ കുഴപ്പമോ? പെങ്ങളെ ഭർത്താവിന്റെ കുഴപ്പോ ഭാര്യയുടെ കുഴപ്പോ? ആയിഷ ബീബിയോട് നബിതങ്ങൾ പറഞ്ഞ മറുപടി, അത് അള്ളാഹ് തരണ ആയിഷ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അത് പടച്ച റബ്ബ് തരണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു, ദുആ ചെയ്യ്. നിങ്ങൾ എന്തിനാ നിരാശപ്പെടുന്ന? എന്തിനാ?
റബ്ബിന്റെ അടുക്ക ചോദിച്ച അല്ല തരൂന്ന് അല്ലയല്ലേ പറഞ്ഞേ? ഞാൻ പറയാൻ പറ്റിക്കുമെന്ന്. അള്ളാഹു പറ്റിക്കുന്നവനല്ലല്ലോ. അള്ളാഹു പറയുകയാണ്, പടച്ചവനോട് ചോദിക്ക്, ഏതവസ്ഥയിലും പടച്ചവനോട് ചോദിക്ക്, ഏതു പ്രായത്തിലും അള്ളാഹുവിനോട് ചോദിക്ക്. ഒരു മറയുമില്ലാതെ പടച്ചവനോട് ദുആ ചെയ്യ്. ചോദിച്ചാൽ അള്ളാഹു തരുമടോ. പെങ്ങളെ, ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. ഒരേ ഒരു ഉദാഹരണം നിനക്കൊക്കെ ഞാൻ പറഞ്ഞു തരാ. മഹാനായ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രം പറയുകയാണ്. മഹാനായ പ്രവാചകന് പടച്ചവനെ സക്കരിയ നബി അലൈഹിസ്സലാം. സക്കരിയ എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ടല്ലോ. അല്ലാഹുവേ, സക്കരിയ നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിലെ ഇമാമാണ്. ഫലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുണ്ടല്ലോ, ആ പള്ളിയിലെ ഇമാമാണ് സക്കരിയ നബി. ഒരു ദിവസം പള്ളിയുടെ മിഹ്റാബിന്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോ മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയതാ മിഹ്റാബിന്റെ അകത്ത് താമസിക്കുകയാ. നിസ്കരിക്കാൻ പള്ളിയിൽ പോയതല്ല പെങ്ങള്. അതാ മറിയം ബീബി എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി പള്ളിയിൽ പോയി താമസിക്കുകയാണ്. എങ്ങനാണ് പള്ളിയിൽ പോയതെന്നറിയോ? സക്കരിയതായ മറിയം ബീബിയുടെ ഉമ്മയായ ഹന്നത്തു ബീബി അവിടെന്ന് പടച്ചവരെ ഗർഭിണിയായിരുന്ന സമയത്ത് അവിടെന്ന് ചിന്തിച്ചു, അല്ലാ, വയറ്റിൽ കിടക്കുന്നത് ആൺകുഞ്ഞാ, തന്റെ വയറ്റിൽ കിടക്കുന്നത് ആൺകുട്ടിയാണെന്ന് കരുതിയിട്ട് അള്ളാനോട് പറഞ്ഞു, പടച്ചവനെ പള്ളിയിൽ വിട്ടേക്കാ തമ്പുരാന്. പക്ഷേ പ്രസവിച്ചപ്പോ പെൺകുട്ടിയായി പോയി. മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ ഈസാ നബിയുടെ ഉമ്മയാ. ആ മറിയം ബീബിയെ വാക്കു പാലിക്കണമല്ലോ, നേർച്ച ചെയ്തതാണല്ലോ. കൊണ്ടുപോയി പള്ളിയിൽ വിടുകയാണ്. സക്കരിയ നബിയാണ് വളർത്തുന്നത്. പള്ളിയുടെ മിഹ്റാബിലാണ് താമസിക്കുന്നത്. റബ്ബേ, ആ ചെറിയ പെൺകുട്ടിയുടെ മുമ്പിലേക്ക് സക്കരിയ നബി കടന്നു തന്നപ്പോ മറിയം ഇങ്ങനെ പഴം തിന്നുകയാ. എവിടെ നിന്നാണ് പഴം വന്നതെന്നറിയില്ല. സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്ത പഴമല്ല. പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പഴം തിന്നുന്ന ചെറിയ പെൺകുട്ടിയായ മറിയമിനെ കണ്ടപ്പോ സക്കരിയ നബി ചോദിക്കുന്നു, മോളെ മറിയമേ, ഈ പഴം ഞാൻ വാങ്ങിച്ചു തന്നതല്ല. ഈ പഴം ഈ നാട്ടില് പോലും കിട്ടാത്ത പഴമാണ്. ഈ രാജ്യത്ത് പോലും ഈ പഴം കിട്ടാറില്ല. ഇത് അസമയത്താണ് ഈ പഴം കിട്ടിയിരിക്കുന്നത്. മറിയമിനോട് ചോദിക്കുന്നു, മോളെ മറിയമേ, ഇതെവിടെ നിന്നാണ് കിട്ടിയത്? ഇതെവിടെ നിന്നാണ് കിട്ടിയത്? നിനക്കാരാണ് ഈ പഴം തന്നത്? മറിയമെന്ന് പറയുന്ന പെൺകുട്ടി ചിരിക്കുന്ന മുഖത്തോടെ പറയുകയാണ്, കാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, എനിക്കെന്റെ റബ്ബ് തന്നതാ, എനിക്കെന്റെ റബ്ബ് തന്നതാ, അല്ലാഹു തന്നതാണ്, പടച്ചവൻ തന്നതാണ്. പെങ്ങളെ, തൊണ്ണതാ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കണ്ണ് നിറയുകയാണ്, കണ്ണ് നിറയുകയാണ്. അല്ലാഹുവേ, സക്കരിയ നബിയുടെ ചരിത്രം അറിയുമോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നിനക്കറിയോ? 120ഓളം വയസ്സായെന്ന ചരിത്രം പറയുകയാ. പ്രായമായി വിവാഹം കഴിച്ചിട്ട് ഒരുപാട് കൊല്ലമായി. മക്കളില്ലാത്ത നബിയാ, മക്കളില്ലാത്ത നബിയാ. പ്രവാചകന് മക്കളില്ലടോ. സക്കരിയ നബി അലൈഹിസ്സലാമിന് മക്കളുണ്ടായിരുന്നില്ല. പ്രായമായിരുന്നു. 35 അല്ല, 40 അല്ല, 50 അല്ല, 60 അല്ല, 70 അല്ല, 100 വയസ്സ് കഴിഞ്ഞു പെണ്ണ്. സക്കരിയ നബി അലൈഹിസ്സലാം ഒരുപാട് രോഗങ്ങൾ പിടിച്ചിരിക്കുന്ന നബിയാ. അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ, ഒരുപാട് കൊല്ലമായി റബ്ബേ, ഒരുപാട് രോഗങ്ങളുണ്ട് റബ്ബേ. ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്അല الرأس شيبا ولن أقم بدعائك ربي شقيا. അല്ലാഹുവിനോട് സക്കരിയ നബി പറയുകയാ, പ്രായമായ അല്ലാഹ്,
ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ പടച്ചവരെ. എല്ലുകൾ പൊടിയുന്നു റബ്ബേ, മാംസവും ഇറച്ചിയും എല്ലും തമ്മിൽ വേർതിരിഞ്ഞിരിക്കുന്നു റബ്ബേ. എനിക്ക് പ്രായമായി തമ്പുരാന്, ഒരുപാട് കൊല്ലമായി തമ്പുരാന്, എനിക്ക് മക്കളില്ല തമ്പുരാന്. എന്റെ ഭാര്യയ്ക്ക് പ്രായമായി തമ്പുരാന്, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ് തമ്പുരാന്. വഴുതുകൾ കാമെന്ന പെങ്ങളെ 92 വയസ്സ് കഴിഞ്ഞുമ്മ. സക്കരിയ നബി അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവേ വകാനത് ഇംറഅതി ആഖിറാ, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ് റബ്ബേ. നിങ്ങൾ രണ്ടുപേരും പ്രായമുള്ളവരാണ് തമ്പുരാന്, മക്കൾ ഉണ്ടാകാൻ സാധ്യതയില്ല പടച്ചവര്, ഒരുപാട് തടസ്സങ്ങളുണ്ട് തമ്പുരാന്. എങ്കിലും നാഥാ നിനക്ക് കഴിയും റബ്ബേ, എനിക്കൊരു കുഞ്ഞിനെ തരാറ്. ഈ വയസ്സാങ്കാലത്ത് വൃദ്ധരായ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരാറ്. ലോകത്തിന്റെ അധിപനായ അല്ലാ നിനക്ക് കഴിയും റബ്ബേ, എനിക്കൊരു മോനെ വേണമല്ലാ, എനിക്കൊരു മോനെ വേണമല്ലാ. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. മക്കളില്ലാത്തവരോട് പറയുകയാ ദുആ ചെയ്യണേ, വിവാഹം കഴിക്കുന്നവരോട് പറയുകയാ ദുആ ചെയ്യണേ. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. ദുആ ചെയ്തിട്ട് കിട്ടുന്ന മക്കള് കള്ളുകുടിയന്മാരാവില്ല, അവര് വ്യഭിചരിക്കുന്നവരാകില്ല, ഉമ്മയെ തല്ലിക്കൊല്ലുന്നവരാകൂല. ദുആ ചെയ്തിട്ട് കിട്ടുന്ന മക്കള് നല്ല മക്കളാണോ? സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിക്കുന്നു, എനിക്ക് എത്രാമത്തെ വയസ്സിലെന്നറിയോ? 25കാരനും 20കാരിയുമല്ല, 92 100 വയസ്സും കഴിഞ്ഞ വൃദ്ധരായ ഭാര്യയും ഭർത്താവുമാണ്. സക്കരിയ നബി പറയുന്നു, വേണമല്ലാ, തരണമല്ലാ, നിനക്ക് കഴിയുമല്ലാ, എനിക്കൊരു പൊന്നുമോനെ വേണമല്ലാ. പെങ്ങളെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ നീ പ്രസവിക്കാൻ പോവുകയാ. ഭാര്യ ചോദിക്കുന്നു, കളിയാക്കുകയാണോ? ഈ വൃദ്ധയായ ഞാൻ പ്രസവിക്കാനോ? പെണ്ണേ നീ പ്രസവിക്കും പെണ്ണേ. അല്ലാഹു നമുക്കൊരു പൊന്നുമോനെ തരികയാണ്. അവന്റെ പേരെന്തെന്നറിയോ? അവന്റെ പേരെന്തെന്നറിയോ? ഗർഭിണിയായില്ല, പ്രസവിച്ചില്ല, പേരല്ലാഹു പറഞ്ഞു കൊടുത്തു പെങ്ങള്. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം, യഹ്യാ എന്ന് പറയുന്ന പൊന്നുമോൻ ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ്, ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ്. പടച്ചവനെ ഏതു പ്രായത്തിലാ ദുആ ചെയ്തതെന്നറിയോ? അല്ലാഹു കൊടുത്തില്ലേ? സക്കരിയ നബിക്ക് യഹ്യാ എന്ന് പറയുന്ന ഒരു പൊന്നുമോനെ കൊടുത്തില്ലേ? ഇതിനാ ദുആ എന്ന് പറയുന്നത്, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം ദുആ ചെയ്യാൻ. ഈ ദുആയ്ക്ക് ഉത്തരമുണ്ട് സഹോദരാ. അതുകൊണ്ട് എല്ലാവരോടും പറയുന്ന ദുആ ചെയ്യാൻ, നല്ല മക്കളെ കിട്ടാൻ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പടച്ചവനോട് ദുആ ചെയ്തപ്പോ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു മകനെ റബ്ബ് കൊടുത്തില്ലേ? ചരിത്രം കേൾക്കുമ്പോ കൊതിക്കാറില്ലേ? സക്കരിയ, അല്ലാഹുവേ ഇസ്മായിലിനെ പോലെ എന്റെ മകനൊന്നായിരുന്നെങ്കിൽ, ഇസ്മായിലിനെ പോലെ എന്റെ മോനൊന്നായിരുന്നെങ്കിൽ കൊതിക്കാറില്ലേ? ദുആ ചെയ്തിട്ട് കിട്ടിയതല്ലേ? മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. പെങ്ങളെ ആ പൊന്നുമോന്റെ ചരിത്രം അറിയുമോ? കരയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. പടച്ചവരെ സുജൂദിൽ കിടന്ന് കരഞ്ഞ ആ കണ്ണുനീര് വീണ സ്ഥലത്തു നിന്ന് പുല്ല് കിളിച്ചു എന്ന് ചരിത്രം പറയുകയാ. അല്ലാഹുവിനെ പേടിച്ച മകനാ, അല്ലാഹുവിനെ പേടിച്ച പ്രവാചകനാ. പടച്ചവനെ സക്കരിയ നബി അലൈഹിസ്സലാം ഒരിക്കൽ നോക്കുമ്പോ തന്റെ പൊന്നുമോനെ കാണാനില്ല, യഹ്യാ നബി അലൈഹിസ്സലാമിനെ കാണാനില്ല. എല്ലാ സ്ഥലങ്ങളും തിരിഞ്ഞു നോക്കി.
നോക്കി. തന്റെ പൊന്നുമോനെ കാണാതെ വന്നപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിൽ ചെന്ന് പടച്ചവനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ, വയസ്സാങ്കാലത്ത് നീ എനിക്ക് തന്ന മകനാണ് റബ്ബേ, എനിക്കവനെ വേണമല്ലോ, എനിക്കവനെ വേണമല്ലോ. പടച്ചവനോട് ദുആ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോ ഖബർസ്ഥാനിൽ ഒരു കരച്ചിൽ കേൾക്കുന്നു. വാപ്പാ, മയ്യത്ത് ഖബറടക്കുന്ന ഖബർസ്ഥാനിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം ആ കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുമ്പോ ഇടിഞ്ഞു പടക്കുന്ന ഒരു ഖബറിനകത്തിരിക്കുകയാ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം ഇടിഞ്ഞുപോയ ഒരു ഖബറിനകത്തിരുന്നിട്ട് അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് കരയുകയാണ്. ഉപ്പ ചോദിക്കുന്നു, മോനെ, എന്തിനാ മോനെ, എന്തിനാ മോനെ ഈ ഖബറിനകത്തിറങ്ങിയിരുന്ന് കരയുന്നതെന്ന് ചോദിക്കുമ്പോ യഹ്യാ എന്ന് പറയുന്ന മകൻ പറഞ്ഞു, ഉപ്പാ, അവസാനം വന്നു കിടക്കേണ്ടത് ഇതിനകത്തല്ലേ ഉപ്പാ. പടച്ചവനെ ഭയന്ന് ജീവിച്ച മകനാട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, റബ്ബിനോട് ദുആ ചെയ്യട്, അല്ലാഹുവിനോട് ദുആ ചെയ്യട്. പടച്ചവനെ ആര് റബ്ബിനോട് ചോദിച്ചാലും അല്ലാഹു തരുമടോ. മഹാനായ നബി തങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് പടച്ചവര്, ഉമ്മമാര്, ഉപ്പമാര് മക്കളെ കൊണ്ടുവന്ന് നബി തങ്ങളുടെ കയ്യിൽ കൊടുക്കുമായിരുന്നു. യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോന് വേണ്ടിയൊന്ന് ദുആ ചെയ്യട്. സയ്യിദന്മാരെ കാണുമ്പോ, ആലിമീങ്ങളെ കാണുമ്പോ, പണ്ഡിതന്മാരെ കാണുമ്പോ, ഉസ്താദേ, എന്റെ പൊന്നുമോന് വേണ്ടിയൊന്ന് ദുആ ചെയ്യട്, എന്റെ മകന്റെ തലയിലൊന്ന് കൈവക്കട് എന്ന് പറയാറുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തില് അതാ ഉമ്മമാര് കൊണ്ടുപോകുമായിരുന്നു. അല്ലാഹുവേ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് ആ ചെറിയ മകനെ നബി തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുചെന്നു. അനസ് ഇബ്നു മാലിക് തങ്ങളുടെ മാതാവ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകനെ കൊണ്ടുചെന്നിട്ട്, യാ റസൂലല്ലാഹ്, എന്റെ മകന് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് നബിയേ, എന്റെ മകന് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന് അവന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അനസ് ഇബ്നു മാലിക്കിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. മുത്തി നബി അവിടെ നിന്ന് ദുആ ചെയ്തോ. ചോദിച്ചതെന്താണ്? അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം, കുടുംബ ജീവിതത്തിലെ ബർക്കത്ത് ചെയ്യണം. പെങ്ങളെ, 103 വയസ്സുവരെ ജീവിച്ചു ഉമ്മ അനസ് ഇബ്നു മാലിക് തങ്ങള് 103 വയസ്സുവരെ ജീവിക്കുകയാ. പടച്ചവനെ, മക്കളും കൊച്ചുമക്കളുമായിട്ട് 106ഓളം മക്കളുണ്ടായിരുന്നു. അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക് മക്കളും കൊച്ചുമക്കളുമായിട്ട് 106 പേരുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവോട് ദുആ ചെയ്തോ. നബി തങ്ങൾ പറയുകയാണ്, ഏറ്റവും വലിയ പാപിയാരാ, ഏറ്റവും വലിയ പിശുക്കനാരാ? അവൻ അല്ലാഹുവോട് ദുആ ചെയ്യാൻ മടിക്കുന്നവനാ. അവന് പേടിയാടോ, അവൻ ഇഷ്ടമല്ലടോ. അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് അവൻ ഇഷ്ടമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്ന രണ്ടാമത്തെ വാഗ്ദാനം എന്താ? അല്ലാഹു ഖുർആനിലൂടെ നമ്മളോട് ചെയ്യുന്ന രണ്ടാമത്തെ വാഗ്ദാനം നിനക്കെന്താ?